Students, welcome to all. The last class we discussed about the flood and flood discharge. We study the different formulas for estimating the flood discharge. Then, the part of our first module is almost completed. Today, we move on to the second module of irrigation engineering. In this module, we mainly discussing about the one of the important hydrological structure is known as headwork. And another part of this module we study about percolation. So let's move on to our topics. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മോഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നെയിമാണ് ഹെഡ് വർക്ക്സ്. വാട്ട് ഈസ് മീൻ ബൈ ഹെഡ് വർക്ക്? Any hydraulic structure which supplies water to the off-cutting canal is called a headwork. Headworks may be divided in two classes. First one, storage headwork. Second, diversion headworks. Headworks എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറാണ്. ഇത് നമ്മൾ റിവേഴ്സിന് സ്ട്രീംസിനുമൊക്കെ അക്രോസ് ആയി കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ കൂടിയാണ്. ഈ ഒരു ഹെഡ് വർക്ക്സിലാണ് മെയിനായി വാട്ടറിനെ കനാൽസിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഈ ഹെഡ് വർക്ക്സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് സ്റ്റോറേജ് ഹെഡ് വർക്കും സെക്കൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സും. എ സ്റ്റോറേജ് ഹെഡ് വർക്ക് കംപ്രൈസസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ഡാം അക്രോസ് ദ റിവർ. ഇറ്റ് സ്റ്റോർസ് വാട്ടർ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് എക്സസ് സപ്ലൈസ് ഇൻ ദ റിവർ ആൻഡ് റിലീസ് ഇറ്റ് വെൻ ഡിമാൻഡ് ഓവർടേക്സ് അവൈലബിൾ സപ്ലൈസ്. ഒരു സ്റ്റോറേജ് ഹെഡ് വർക്കിന് ഉദാഹരണമാണ് ഡാംസ്. ഡാംസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ഒരു റിവറിന് അക്രോസ് ആയിട്ടായിരിക്കും അല്ലേ. ഈ ഡാംസ് എന്താണ് ചെയ്യുന്നത്? ഒരു റിവറിലൂടെ എക്സസ്സായി വരുന്ന വാട്ടറിനെ സ്റ്റോർ ചെയ്ത് നിർത്തും. ആ വാട്ടറിനെ ഡിമാൻഡ് അനുസരിച്ച് ഡ്രോട്ട് സീസണിൽ, അതായത് വരൾച്ച സമയത്തൊക്കെ സപ്ലൈ ചെയ്യും അല്ലേ. ആവശ്യാനുസരണം ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡാം പോലുള്ള സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് സ്റ്റോറേജ് ഹെഡ് വർക്ക്. ഡൈവേർഷൻ ഹെഡ് വർക്ക് സെർവ്സ് ടു ഡൈവേർട്ട് ദ റിക്വയർഡ് സപ്ലൈ ഇൻ ടു ദ കനാൽ ഫ്രം ദി റിവർ. ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചർ മെയിനായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു കനാൽസിൻ്റെ ഒക്കെ ഹെഡ് പോർഷനിലായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിവർ ഫ്ലോനെ ഡൈവേർട്ട് ചെയ്ത് കനാലിലൂടെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറിനെയാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. സ്റ്റോറേജ് ഹെഡ് വർക്ക്. ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് റിവർ വാലി ടു ഫോം സ്റ്റോറേജ് റിസർവോയർ നോൺ ആസ് സ്റ്റോറേജ് ഹെഡ് വർക്ക്സ്. വാട്ടർ ഈസ് സപ്ലൈഡ് ടു ദ കനാൽ ഫ്രം ദിസ് റിസർവോയർ ത്രൂ കനാൽ റെഗുലേറ്റർ. These serve for multi-purpose functions like hydroelectric power generation, flood control, fishery. സ്റ്റോറേജ് ഹെഡ് വർക്കിനെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു റിവറിനെ അക്രോസ് ആയിട്ടായിരിക്കും ഡാംസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ആ ഡാമിനെയാണ് സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മുന്നേ പഠിച്ചു. ഇവിടെ ഒരു റിസർവോയറിൽ നിന്ന് വാട്ടർ സപ്ലൈ ചെയ്യുന്നത് കനാൽ റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറേജ് ഹെഡ് വർക്കിന് ഇറിഗേഷൻ പർപ്പസ് മാത്രമല്ല വരുന്നത്, മൾട്ടി പർപ്പസസ് വരുന്നുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് പവർ ജനറേഷനും ഫ്ലഡ് കൺട്രോളിങ്ങിനും ഫിഷറീസിനും ഒക്കെ ഈ സ്ട്രക്ചേഴ്സ് യൂസ്ഫുള്ളാണ്. ഡൈവേർഷൻ ഹെഡ് വർക്ക്. The works which are constructed at the head of the canal in order to divert the river water towards the canal so as to ensure regulated continuous supply of silt-free water with a certain minimum head into that canal is called as diversion head works. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡൈവേർഷൻ ഹെഡ് വർക്ക്സിനെ മെയിനായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് കനാൽസിൻ്റെ ഹെഡ് പോർഷനിലാണ്. ഇവിടെ എന്താ, റിവറിലൂടെ വരുന്ന വാട്ടറിനെ ഡൈവേർട്ട് ചെയ്ത് കനാൽസ് വഴി സപ്ലൈ ആണ് വരുന്നത്. ഇവിടെ ഒരു റെഗുലേഷനാണ് വരുന്നത്. ഇങ്ങനെ ഡൈവേർഷൻ ഹെഡ് വർക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊരു കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ നടത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ വാട്ടറിലുള്ള സിൽറ്റിനെ നിയന്ത്രിച്ച്, സിൽറ്റ് മീൻസ് വെള്ളത്തിലുണ്ടാകുന്ന സോയിൽ ആൻഡ് സാൻഡ് പാർട്ടിക്കിളിനെയൊക്കെയാണ് സിൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സിൽറ്റിനെ നിയന്ത്രിച്ച് എല്ലായ്പ്പോഴും ഒരു മിനിമം ഹെഡിൽ ഒരു കനാലിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും.
ഈ സ്ട്രക്ചേഴ്സിനെയാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ദീസ് ആർ കൺസ്ട്രക്റ്റഡ് ഓൺ എ റിവർ വെർ അഡിക്വേറ്റ് ഫ്ലോ ഓഫ് വാട്ടർ ഈസ് അവൈലബിൾ ത്രൂ ഔട്ട് ദ ഇയർ. ഡൈവേർഷൻ ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത് റിവേഴ്സിൽ ആണ്. അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിനെ ഒരു വർഷത്തിലെ മുഴുവൻ സമയത്തും മിനിമം ഹെഡ് മെയിൻറ്റെയിൻ ചെയ്ത് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. If the storage on upstream of diversion head work is significant, it is called storage weir. ഇവിടെ അപ്സ്ട്രീം സൈഡിൽ ഒരു സ്റ്റോറേജ് ആവശ്യമായി വരുന്നുണ്ട്. ആ ഒരു സ്റ്റോറേജിങ് സ്ട്രക്ചറിനെയാണ് സ്റ്റോറേജ് വിയർ എന്ന് വിളിക്കുന്നത്. If it is constructed on downstream of a dam from purpose of diverting water from upstream side of dam into canal, it is called pickup weir. അപ്സ്ട്രീം സൈഡിൽ നിന്നും ഡൗൺ സ്ട്രീമിലേക്ക് ഒരു സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അപ്സ്ട്രീം സൈഡിൽ വരുന്ന വാട്ടറിനെ ഡൈവേർട്ട് ചെയ്ത് ഡൗൺ സ്ട്രീമിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സ്ട്രക്ചറിനെ പറയുന്നതാണ് പിക്കപ്പ് വിയർ. ഒരു ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ഡിഫറെൻറ്റ് പർപ്പസസിനെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ഇറ്റ് റൈസസ് ദ വാട്ടർ ലെവൽ ഇൻ ദ റിവർ സോ ദാറ്റ് ദ കമാൻഡഡ് ഏരിയ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഫസ്റ്റ് പർപ്പസ് എന്താ പറയുന്നത്? ഇവിടെ ഈ സ്ട്രക്ചറിൽ വാട്ടർ സ്റ്റോറേജ് ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ അപ്സ്ട്രീം സൈഡിൽ വാട്ടർ റൈസ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം വാട്ടർ എത്തുന്നുണ്ടോ അതിനനുസരിച്ച് വാട്ടർ റൈസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, ഉയർന്നു വരാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ കൂടുന്നത് കൊണ്ട് വാട്ടർ കമാൻഡ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് റെഗുലേറ്റ്സ് ദ ഇൻടേക്ക് ഓഫ് വാട്ടർ ഇൻ ടു ദ കനാൽ. കനാൽസിൻ്റെ ഇൻടേക്ക് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് കനാൽസ് വെള്ളം കൊണ്ടുപോകുന്നത് ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് കൺട്രോൾസ് ദ സിൽറ്റ് എൻട്രി ഇൻ ടു ദ കനാൽ. റിവേഴ്സിൽ നിന്നുള്ള സിൽറ്റ് പാർട്ടിക്കിൾസിൻ്റെ എൻട്രിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതും ഒരു പർപ്പസാണ്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് റെഡ്യൂസസ് ഫ്ലക്ച്വേഷൻ ഇൻ ദ ലെവൽ ഓഫ് സപ്ലൈ ഇൻ ദ റിവർ. വെള്ളത്തിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഒരു ഇറഗുലാരിറ്റിയാണ്. അതുമൂലം ഒരു കണ്ടിന്യൂസ് യൂണിഫോം ഫ്ലോ ഉണ്ടാവില്ല. ഇറ്റ് സ്റ്റോർസ് വാട്ടർ ഫോർ ടൈഡിങ് ഓവർ സ്മോൾ പീരിയഡ്സ് ഓഫ് ഷോർട്ട് സപ്ലൈ. ലൊക്കേഷൻ ഓഫ് ഹെഡ് വർക്ക്. ഒരു ഹെഡ് വർക്കിൻ്റെ ലൊക്കേഷനെ എങ്ങനെ സെലക്ട് ചെയ്യാം അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ഓരോ സ്റ്റേജസ് ആയിട്ട് ലൊക്കേഷൻസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് ദ ടൊറൻഷ്യൽ റോക്കി ഓർ മൗണ്ടേനിയസ് സ്റ്റേജ്. വെരി സ്റ്റീപ്പ് ബെഡ് സ്ലോപ്പ് ആൻഡ് ഹൈ വെലോസിറ്റി. ഇവിടെ കുത്തനെയുള്ള ചെരിവായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ലൊക്കേഷനിൽ ഉണ്ടാവുന്ന വാട്ടർ വെലോസിറ്റിയും കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫൗണ്ടേഷൻ നമുക്ക് ഒരു ഹാർഡ് റോക്കി സർഫസിൽ നിർമ്മിക്കാൻ പറ്റും. ഇവിടെ ഷാലോ ഫൗണ്ടേഷൻ ചൂസ് ചെയ്താൽ മതിയാവും അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ലൊക്കേഷൻ്റെ വേറെ ഒരു അഡ്വാൻറ്റേജ് ആണ്, ഇവിടെ സ്റ്റീപ്പ് സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഹൈഡ്രോ ഇലക്ട്രിക് വർക്ക്സിനൊക്കെ പോസിബിളാണ്. ഈ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നതിന് നിരവധി ഡിസഡ്വാൻറ്റേജസും ഉണ്ട് കേട്ടോ. ലൊക്കേഷൻ ഓഫ് ഹെഡ് വർക്കിലെ സെക്കൻഡ് ആണ് ദ സബ് മൗണ്ടേനിയസ് ഓർ ബൗൾഡേ സ്റ്റേജ്. സ്ട്രോങ് സബ്സോയിൽ ഫ്ലോ ആൻഡ് മോർ പെർക്കുലേഷൻ ലോസസ്. ഇവിടെ എന്താണ് സ്ട്രോങ് സബ്സോയിൽ ഫ്ലോ ആണ് ഉണ്ടാവുന്നത്. ഇവിടുത്തെ പെർക്കുലേഷൻ ലോസസും കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ കൂടുതൽ ക്രോസ് ഡ്രൈനേജ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഈ ഒരു സ്ട്രക്ചേഴ്സിൽ കൂടുതൽ ക്രോസ് ഡ്രൈനേജ് വർക്ക്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ എക്കോണമി അത് ബാധിക്കും അല്ലേ. നെക്സ്റ്റ്, ത്രൂ സ്റ്റേജ് ഓർ അലുവിയൽ പ്ലെയിൻ. മോസ്റ്റ് സ്യൂട്ടബിൾ ബെഡ് സ്ലോപ്പ് ഈസ് സ്മോൾ ആൻഡ് വെലോസിറ്റി ഈസ് ജെൻറ്റിൽ. ഇവിടെയാണ് നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ പ്ലേസ് ആണ്. ഒരു ഡ്രൈനേജ് ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് ത്രൂ സ്റ്റേജ് ഓർ അലുവിയൽ പ്ലെയിന്. ഇവിടെ എന്ന് പറയുന്നത് വെലോസിറ്റി ജെൻറ്റിലായിരിക്കും. അതുപോലെ തന്നെ ബെഡ് സ്ലോപ്പ് എന്ന് പറയുന്നതും കുറവായിരിക്കും. ദ ലാസ്റ്റ് വൺ ഈസ് ഡെൽറ്റ സ്റ്റേജ്. ഈ ഒരു ബൗൾഡേ സ്റ്റേജിൻ്റെയും ത്രൂ സ്റ്റേജിൻ്റെ ഇടയിൽ വരുന്ന ഒരു സ്റ്റേജാണ് ഡെൽറ്റ സ്റ്റേജ്. ഇവിടെയും നമുക്ക് അത്ര സ്യൂട്ടബിൾ അല്ല. സൈറ്റ് സെലക്ഷൻ ഫോർ ഹെഡ് വർക്ക്. ഒരു ഹെഡ് വർക്കിന് സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതിലാദ്യത്തെ പോയിൻ്റാണ് ഗുഡ് ഫൗണ്ടേഷൻ ഷുഡ് ബി അവൈലബിൾ. നല്ലൊരു ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ ഹെഡ് വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നല്ലത്.
The site should be such that weir can be aligned at a right angle to the diversion of water in the river. സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിലെ വിയർ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് റിവേഴ്സിൻ്റെ ഡൈവേർഷന് റൈറ്റ് ആംഗിൾ ആയിട്ടാണ്. അപ്പോൾ അവിടെ വിയർ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു നല്ലൊരു സൈറ്റാണെന്ന് വെച്ചാൽ അതിൽ വിയർ കൺസ്ട്രക്ട് ചെയ്യുന്നത് റിവേഴ്സിൻ്റെ ഡൈവേർഷനും റൈറ്റ് ആംഗിൾസ് ആയിട്ടാണ് വിയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ റൈറ്റ് ആംഗിളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയാസാണ് ഒരു ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ നല്ലത്. The site should be such that there should be sufficient space for location of head regulator and other components of the diversion head work. ഈ ഒരു ഹെഡ് വർക്കിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് വർക്കിൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് വരുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഫിഷ്യൻറ്റ് സ്പേസ് അവൈലബിൾ അല്ലേ എന്ന് നോക്കണം. ദ ഓവറോൾ കോസ്റ്റ് ഷുഡ് ബി ലെസ്. ഹെഡ് വർക്ക് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കൂടുതൽ കോസ്റ്റ് വരുന്ന രീതിയിലാണ് ഹെഡ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് നല്ലൊരു എക്കോണമി പ്രൊവൈഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, പ്രോപ്പർ അപ്രോച്ച് വേ ഷുഡ് ബി നിയർ ബൈ സൈറ്റ്. ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു സൈറ്റിൽ അപ്രോച്ച് വേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് നമുക്ക് ഹെഡ് വർക്ക് കൺസ്ട്രക്ഷനും മെയിൻ്റനൻസിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, on the upstream side where water is restrained should not include costly land. ഇവിടെ അപ്സ്ട്രീം സൈഡിലാണ് വാട്ടർ സ്റ്റോർ ചെയ്യുന്നത്. സോ ഈ അപ്സ്ട്രീം സൈഡിലെ ലാൻഡ് കോസ്റ്റ്ലി ലാൻഡ് ആവാൻ പാടില്ല. കോസ്റ്റ്ലി ലാൻഡ് മീൻസ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് ലാൻഡ്, അതായത് ഫലപുഷ്ടിയായിട്ടുള്ള ലാൻഡ്സിനെയാണ് കോസ്റ്റ്ലി ലാൻഡ്സ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ്, while construction of weir or barrage, river should be available near the site. ഇവിടെ വിയറും ബാരേജും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള സ്പേസ് കൂടി അവൈലബിൾ ആയിരിക്കണം ഈ ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ. ദ മെറ്റീരിയൽസ് ആൻഡ് ലേബേഴ്സ് ഷുഡ് ബി അവൈലബിൾ നിയർ ബൈ സൈറ്റ്. ഈ ഒരു ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസും വർക്ക് ഫോഴ്സിനെയെല്ലാം ആ നിയർ ബൈ ഏരിയയിൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് എത്തിച്ചേരുന്ന പ്രദേശങ്ങളായിരിക്കണം. അതുപോലെ ദ റിവർ ഷുഡ് ബി പെർണിയൽ. സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള റിവർ പെർണിയർ റിവർ ആണോ എന്നുകൂടി കൺസിഡർ ചെയ്യണം. പെർണിയർ റിവർ മീൻസ് ഏത് കാലത്തും വാട്ടർ ഫ്ലോ ഉണ്ടാകുന്ന റിവേഴ്സിനെയാണ് പെർണിയർ റിവർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഏരിയാസിൽ ഹെഡ് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മിനിമം സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ദ റിവർ ഷുഡ് ഹാവ് നോൺ ഇറോഡബിൾ ആസ് വെൽ ആസ് നോൺ സബ്മെറിസിബിൾ ബാങ്ക്സ്. അതുപോലെ തന്നെ ഇറോഷൻ നടക്കുന്ന ഏരിയാസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ സൈറ്റ് ഷുഡ് ബി നാരോ ആൻഡ് വെൽ ഡിഫൈൻഡ്. ഇവിടെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ബ്രോഡ് ഏരിയാസ് ഒന്നും കൺസിഡർ ചെയ്യരുത്. നാരോ ആയിട്ടുള്ള പ്രദേശങ്ങളായിരിക്കും കൂടുതൽ നല്ലത്. ഒരു ഡൈവേർഷൻ ഹെഡ് വർക്കിൻ്റെ ലേഔട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ ഒരു റിവറിൻ്റെ ഫ്ലോ കാണിച്ചിട്ടുണ്ട് അല്ലേ. അതിലൊരു ഡൈവേർഷൻ ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആ റിവറിനെ അക്രോസ് ആയിട്ടാണ് ഹെഡ് വർക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെഡ് വർക്കിനെ കൺസിഡർ ചെയ്ത് ഈ റിവർ ഫ്ലോയിൽ ഒരു അപ്സ്ട്രീം പോർഷനും ഒരു ഡൗൺ സ്ട്രീം പോർഷനും കാണിച്ചിട്ടുണ്ട്. ഒരു റിവറിൽ വരുന്ന നാരോ ആയിട്ടുള്ള സൈറ്റിലാണ് ഈ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ പറഞ്ഞതാണ് ഈ കാര്യം. അപ്പോൾ ഇതിലൊരുപാട് കമ്പോണൻസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പോണൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലെ കുറച്ച് മെയിൻ കമ്പോണൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. വിയർ ഓർ ബാരേജ്. വിയർ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ പോർഷനിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ്. നെക്സ്റ്റ്, ഡിവൈഡ് വാള്. ഡിവൈഡ് വാൾ ഒരു മേസണറി ഓർ കോൺക്രീറ്റ് സ്ട്രക്ചറാണ്. അത് നമ്മൾ വിയറിന് അഡ്ജസൻ്റ് ആയിട്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ടല്ലേ, കാണുന്നില്ലേ. നെക്സ്റ്റ്, ഫിഷ് ലാഡർ. ഫിഷ് ലാഡർ മാർക്ക് ചെയ്തത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഫിഷസിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ പോക്കറ്റ്സ് ആൻഡ് അപ്രോച്ച് ചാനൽസ്, സ്കോറിംഗ് സ്ലൂയിസ്, സിൽറ്റ് പ്രിവെൻഷൻ ഡിവൈസസ്, കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ്, റിവർ ട്രെയിനിങ് വർക്ക്സ്, ഈ കമ്പോണൻസ് എല്ലാം മാർക്ക് ചെയ്തത് കാണുന്നുണ്ട്.
ഈ കമ്പോണൻസിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷനും ഫങ്ഷൻസുമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഹെഡ് വർക്കിൽ വരുന്ന മെയിൻ കമ്പോണൻസ് ആയ വിയർ ആൻഡ് ബാരേജിൻ്റെ ഡിസ്ക്രിപ്ഷനും ഫങ്ഷനും പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാക്കി കമ്പോണൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഹെഡ് വർക്കിൽ വരുന്ന ഒരു മെയിൻ കമ്പോണൻ്റാണ് വിയർ. Is a hydraulic structure constructed across the river to raise its water level and divert the water into the canal. ഈ വെയർ കൺസ്ട്രക്ട് ചെയ്യുന്നത് റിവേഴ്സിന് അക്രോസ് ആയാണ്. ഇതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് റിവറിലെ വാട്ടറിനെ ഒന്ന് റൈസ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ആ വാട്ടറിനെ ഡൈവേർട്ട് ചെയ്ത് കനാൽസിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. ഡിഫറെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് കനാൽസിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. If a weir also stores water for tiding over small periods of short supplies, it is called as storage weir. ഇവിടെ ഒരു വെയർ എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് അല്ലേ. ഇവിടെ വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതൊരു ഡാം പോലുള്ള ലോങ് ഡ്യൂറേഷൻ സ്ട്രക്ചേഴ്സ് അല്ല, മറിച്ച് ഒരു ഷോർട്ട് ഡ്യൂറേഷനിലാണ് വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്നത്. ഈ വെയേഴ്സ് സ്റ്റോർ ചെയ്യുന്നത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ടൈമിലാണ്. The main difference between a storage weir and dam is only in height and duration for which supply is stored. ഈ ഡാംസും അതുപോലെ തന്നെ സ്റ്റോറേജ് വെയറിൻ്റെ കേസിൽ ഡിഫറൻസ് വരുന്നത് ഡാംസിന് കുറച്ച് ഹൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ, പക്ഷേ വിയേഴ്സിന് അത്രത്തോളം ഹൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്റ്റോറേജിങ് പീരിയഡ് ഡ്യൂറേഷനെ കൺസിഡർ ചെയ്തിട്ടും അതിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. വിയേഴ്സിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഇനി പറയുന്നത്. ടൈപ്സ് ഓഫ് വിയേഴ്സ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡിസൈൻ ഓഫ് ഫ്ലോർസ്. ഡിസൈൻ ഓഫ് ഫ്ലോർസിനെ ബേസ് ചെയ്തിട്ട് വിയേഴ്സിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഗ്രാവിറ്റി വിയേഴ്സ്. അപ്ലിഫ്റ്റ് പ്രഷർ ഡ്യൂ ടു സീപ്പേജ് ഓഫ് വാട്ടർ ബിലോ ദി ഫ്ലോർ ഈസ് റെസിസ്റ്റഡ് എൻറ്റയർലി ബൈ ദ വെയ്റ്റ് ഓഫ് ഫ്ലോർ. ഈ ഗ്രാവിറ്റി വെയറിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറും അതുപോലെ തന്നെ സ്ലോപ്പിംഗ് വെയറും. ഈ സ്ലോപ്പിംഗ് വെയറിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. മേസണറി ഓർ കോൺക്രീറ്റ് സ്ലോപ്പ് വെയറും ഡ്രൈ സ്റ്റോൺ സ്ലോപ്പ് വെയറും. പിന്നെ അതിൽ വരുന്ന തേർഡ് ടൈപ്പാണ് പാരാബോളിക് വെയർ. ഡിസൈൻ ഓഫ് ഫ്ലോർസിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഫസ്റ്റ് വൺ ഗ്രാവിറ്റി വെയർ ആണ്, സെക്കൻഡ് വൺ നോൺ ഗ്രാവിറ്റി വെയേഴ്സ് ആണ്. തിക്നെസ് ഓഫ് ഫ്ലോർ ഈസ് ലെസ്, അപ്ലിഫ്റ്റ് പ്രഷർ ഈസ് ലാർജ്ലി റെസിസ്റ്റഡ് ബൈ RCC ഫ്ലോർ. വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിൻ്റെയും അതുപോലെ സ്ലോപ്പിംഗ് വെയേഴ്സിൻ്റെയും ഫിഗേഴ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫിഗേഴ്സ് വരച്ച് അതിൽ കമ്പോണൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. കമ്പോണൻ്റ് ഓഫ് എ ഡൈവേർഷൻ ഹെഡ് വർക്ക് ഈസ് ബാരേജ്. Barrage is similar to weir, but heading up of water is affected by the gates alone. No solid structure across river. The crest level is kept at low level. Flood flow is controlled by gates. Less silting and better control over the water levels. Costlier than the weirs. ബാരേജസ് എന്ന് പറയുന്നത് ഇത് വിയറിന് സമാനമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇവിടെയും റിവേഴ്സിൽ ഫ്ലോയെ കൺട്രോൾ ചെയ്ത് വാട്ടർ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബാരേജസിൽ ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റേസ് ചെയ്യുന്ന വാട്ടർ ഈ ഗേറ്റ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോ സോളിഡ് സ്ട്രക്ചർ അക്രോസ് റിവർ. ഇതൊരു റിവറിന് കുറുകെ കൊടുക്കുന്ന ഒരു സോളിഡ് സ്ട്രക്ചറൊന്നുമല്ല. ഇവിടെ ബാരേജസിൻ്റെ ക്രസ്റ്റ് ലെവലിൽ ഒരു താഴ്ന്ന നിരപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ക്രസ്റ്റ് ലെവൽ ഒരു താഴ്ന്ന നിരപ്പിലാണ് ക്രസ്റ്റ് ലെവൽ കൊടുത്തിരിക്കുന്നത്. ക്രസ്റ്റ് ലെവൽ എന്ന് മീൻ ചെയ്യുന്നത് അതിൻ്റെ ടോപ്പ് ലെവൽ, ബാരേജസിൻ്റെ ഒക്കെ ടോപ്പ് ലെവലിനെയാണ് ക്രസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സിൽറ്റിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് വാട്ടറിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കോസ്റ്റ്ലിയർ ദാൻ ദ വിയേഴ്സ് ആണ്. ബാരേജസ് കുറച്ചും കൂടി മോർ കോസ്റ്റ്ലിയർ ദാൻ വിയേഴ്സ് ആണ്. മീൻ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ബാരേജസിന് കൂടുതലാണ്, വിയറിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതലായിട്ടാണ് വരുന്നത്. ഒരു ബാരേജിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ വിയറിന് സമാനമായിട്ടുള്ള ഒരു സ്ട്രക്ചർ കൂടിയാണ്.
അപ്പോൾ അതിനൊരു അപ്സ്ട്രീം സൈഡും ഡൗൺ സ്ട്രീം സൈഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഒരു ഗേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്ലഡ് കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമ്മൾ അത് കൺട്രോൾ ചെയ്യുന്നത് ആ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്.